അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, ഇങ്ങനെ ഒരു സംഗമത്തിൻ്റെ ആവശ്യകത ബഹുമാനനായ റാഷിദ് വൈസി വിശദമായിട്ട് തന്നെ പറഞ്ഞു. വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇൻ്റലക്ച്വലായിട്ടുള്ള വിഷയങ്ങളെ സമീപിക്കാൻ സാധിക്കുന്ന ഒരു സംഘം നമ്മുടെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നിന്നുണ്ടാകുന്നു എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. രണ്ട് നിലക്കതിന് സന്തോഷമുണ്ട്. ഒന്ന് തന്നെ ഇൻ്റലക്ച്വലായിട്ട് വിഷയങ്ങളെ സമീപിക്കാനും ഭൗതികമായി നമ്മൾ ഇടപെടേണ്ട വിഷയങ്ങളെ ആ തരത്തിൽ തന്നെ സമീപിക്കാൻ സാധിക്കുന്ന ഒരു സംഘത്തെ വളർത്തിയെടുക്കുന്നു എന്ന അർത്ഥത്തിൽ അത് വളരെ ഗുണകരമാണ്. മറ്റൊന്ന്, നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരാളുടെ പുസ്തകത്തെക്കുറിച്ചാണ്, മുആവിയ ഫൈസിയുടെ പുസ്തകത്തെക്കുറിച്ചാണ് എന്നതും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആധുനികതയെക്കുറിച്ച്, ആധുനികത അതോടൊപ്പം നമ്മുടെ ആത്മീയത, ഈ മതം, ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ യോജിപ്പ് വിയോജിപ്പോ ഒക്കെ, അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ഇവിടെ ചർച്ചാ വിഷയമാകുന്നത് എന്നാണ് സൂചിപ്പിക്കപ്പെട്ടത്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഈ വിഷയം കൂടുതൽ ആഴത്തിൽ പറയാൻ ഞാൻ പ്രാപ്തനല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി ഒന്നും സംസാരിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും. ഈ ആധുനികത എന്താണ് എന്ന് ആ പുസ്തകത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എന്ത് കിട്ടുമെന്നും അതിൻ്റെ ആൻസർ എന്താണെന്നും അതിനോട് ചോദിച്ചിട്ട് എന്ത് മറുപടി കിട്ടിയെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്, പല ഇനങ്ങൾ ഏതൊക്കെയെന്നൊക്കെ. ആധുനികത നമ്മളെ ഏത് തരത്തിൽ സ്വാധീനിച്ചു എന്ന് അറിയാൻ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഒരു ഇന്ത്യൻ ഫിലോസഫറുണ്ട്, അഖിൽ ബിൽഗ്രാമി പറയുന്നുണ്ട്, ഈ ലോകത്തെ, ഭൂമിയെ നമ്മൾ ജീവിക്കാനുള്ള ഒരിടം എന്നതിലപ്പുറം കീഴടക്കാനും ആധിപത്യം സ്ഥാപിക്കാനുമുള്ള ഒരു പ്രദേശമായി കാണാൻ തുടങ്ങുന്നു എന്നതാണ് അടിസ്ഥാനപരമായി മോഡേണിറ്റിയുടെ പ്രത്യേകത, ആധുനികതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞ് അഖിൽ ബിൽഗ്രാമി തുടങ്ങുന്നുണ്ട്. അദ്ദേഹം കുറേ കാര്യങ്ങൾ മുന്നിൽ വെക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഹൗ ആൻഡ് വെൻ ഡിഡ് വി ബിഗിൻ ടു തിങ്ക്. നമ്മൾ ചിന്തിക്കാൻ ആരംഭിച്ചത് എപ്പോഴാണ്? ഓഫ് ദ വേൾഡ്, ലോകത്തെക്കുറിച്ച്. നോട്ട് എ പ്ലേസ് ടു ലിവ്, ജീവിക്കാനുള്ള ഒരു സ്ഥലം എന്ന നിലക്കല്ല നമ്മൾ ഭൂമിയെ കാണുന്നത്. പിന്നെ എങ്ങനെയാണ്? ബട്ട് എ പ്ലേസ് ടു മാസ്റ്റർ ആൻഡ് കൺട്രോൾ, നിയന്ത്രിക്കാനും മാസ്റ്റർ, അധികാരം സ്ഥാപിക്കാനുള്ള ഒരു പ്രദേശമായിട്ട്, ഒരു സ്ഥലമായിട്ട് ഭൂമിയെ നമ്മൾ കാണാൻ തുടങ്ങി എന്നതാണ് ശരിക്കും മോഡേണിറ്റി എന്ന് പറയുന്ന ഒരു യൂറോ സെൻട്രിക് കാഴ്ചപ്പാടാണ്, യൂറോപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള. അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ഈ ആധുനികത മുന്നോട്ട് വെക്കുന്ന സങ്കല്പങ്ങളൊക്കെയും യൂറോ സെൻട്രിക് ആണ്. അതുകൊണ്ട് തന്നെ ടെക്നോ സെൻട്രിക് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് ആ ഒരു തരത്തിൽ സയൻസ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ് എന്ന് പറയുന്ന, സത്യത്തിൽ സയൻസ് വെറും ടെക്നോളജി ഒന്നുമല്ല, വെറും ടെക്നോളജി മാത്രമൊന്നുമല്ല സയൻസ് എന്ന് പറയുന്നത്. സയൻസ് ഒരുപാട് സയൻസിന്റെ മേഖലകളും ശാസ്ത്ര മേഖലകളൊക്കെ ഉണ്ട്. പക്ഷേ വെറൊരു ടെക്നോളജിയിലേക്ക് അതിനെ ഒതുക്കുകയും സയൻസ് എന്ന് പറയുന്ന ടെക്നോളജിയാണെന്നും അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് ലോകത്തിന്റെ ഗതിയെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ശരിക്കും ഈ മോഡേണിറ്റിയുടെ, ആധുനികതയുടെ പ്രത്യേകത. ഈ ആധുനികത ഉയർത്തിപ്പിടിക്കുന്ന മൂല്യവ്യവസ്ഥയും അതുപോലെ അതിൻ്റെ ജീവിതക്രമവും തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട്. ഈ ഇമ്മാനുവൽ ലെവിനാസ്, ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ് ഇമ്മാനുവൽ ലെവിനാസ് പറയുന്നുണ്ട്, ഈ ഫാഷിസം എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായി ഫാഷിസം ഉണ്ടാകുന്നത് ആധുനികതയുടെ ഉള്ളിലുള്ള ഈ പരസ്പര വൈരുദ്ധ്യത്തിൽ നിന്നാണെന്ന്. ഈ പരസ്പര വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം കേട്ടാൽ തോന്നും ഭയങ്കര സംഭവമാണ്. ആശയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് നമുക്ക് തോന്നും. എന്നാൽ ഈ ആശയങ്ങൾ ശരിക്കത് ജീവിതക്രമത്തിലേക്ക് വരുമ്പോൾ പരസ്പര വിരുദ്ധമാണ്. ഈ പറഞ്ഞു വരുന്ന ഭയങ്കരമായ വൈരുദ്ധ്യമാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രസങ്കല്പം, ആധുനികതയുടെ രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് തോമസ് ഹോബ്സിന്റെ രാഷ്ട്രസങ്കല്പമാണ്. തോമസ് ഹോബ്സിന്റെ രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെല്ലാവരും, മനുഷ്യൻ അടിസ്ഥാനപരമായി സ്വാർത്ഥനാണ്. മനുഷ്യൻ അടിസ്ഥാനപരമായി സ്വാർത്ഥനാണ് എന്നതാണ് ചിന്താഗതി. അടിസ്ഥാനപരമായി സ്വാർത്ഥനായതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഓൾ അഗെയിൻസ്റ്റ് ഓൾ എന്നാണ്. എല്ലാവരും പരസ്പരം എതിരാളികളാണ്. ശരിക്കും നമ്മൾ എന്ന ഒരു ചിന്തയിലേക്ക്, ഞാൻ എന്ന ചിന്തയിലേക്ക് നമ്മളങ്ങോട്ട് ഒതുക്കുകയാണ്. നമ്മളെല്ലാവരും പരസ്പരം എതിരാളികളാണ്, ഓൾ അഗെയിൻസ്റ്റ് ഓൾ. എല്ലാവരും എല്ലാവർക്കും ശത്രുക്കളാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാകുക?
നമ്മൾ എന്ന സ്വത്വത്തിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോവും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സമൂഹം എന്നോ ഒരു കാഴ്ചപ്പാടെന്നോ ഉള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറൂല. പരസ്പരമുള്ള ഈ ഏറ്റുമുട്ടൽ, അപ്പോൾ നമ്മൾ പരസ്പരം എല്ലാവരും എതിരായതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും തമ്മിൽ പരസ്പരം എതിരുണ്ടാവും. അപ്പോൾ പരസ്പരം ഏറ്റുമുട്ടും. ആ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു അധികാരിയാണ് ഭരണാധികാരി എന്നുള്ള തരത്തിലാണ് തോമസ് ഹോബ്സിന്റെ രാഷ്ട്രസങ്കല്പം പോകുന്നത്. അതാണ് ആധുനികതയുടെ രാഷ്ട്രസങ്കല്പമായിട്ട് കരുതപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ തരത്തിലുള്ള കാഴ്ചപ്പാട് ശരിക്കും അത് യൂറോ സെൻട്രിക് ആയിട്ടുള്ള നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ചുരുക്കുകയാണ്. 4 മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ആധുനികത ചിന്താധാര കടന്നു വന്നപ്പോൾ എന്ന് നമ്മളെ അഖിൽ ബിൽഗ്രാമി പറയുന്നുണ്ട്. 4 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. 4 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഉണ്ടായത് ഫ്രം നേച്ചർ ടു നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി എന്നിടത്തുനിന്ന് നമ്മൾ മാറി പ്രകൃതി വിഭവങ്ങൾ എന്നിടത്തേക്ക് മാറി. ഈ പ്രകൃതി എന്ന് പറയുന്നത്, നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളുന്നതാണ്. നമ്മൾ നേച്ചറിന്റെ ഭാഗമാണ്. നേച്ചർ എന്ന് പറയുമ്പോൾ പ്രകൃതി, നമ്മളും പ്രകൃതിയുടെ ഭാഗമാണ്. നമ്മൾ ഉൾക്കൊള്ളുന്ന പ്രകൃതി എന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറി ഈ പ്രകൃതിയും ഭൂമിയും ഒക്കെ നമുക്ക് ചൂഷണം ചെയ്യാനുള്ള, ഉപയോഗിക്കാനുള്ള എന്തോ ഒരു സാധനമായിട്ട് നാച്ചുറൽ റിസോഴ്സ് എന്ന കാഴ്ചപ്പാടിലേക്ക് മാറി. നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള, നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സംഗതിയായിട്ട് മാറി. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, അത് അങ്ങനെ ഒരു രീതിയിലേക്ക് മാറി. മറ്റൊന്ന് പറയുന്നത് ഫ്രം ഹ്യൂമൻ ബീയിങ്സ് ടു സിറ്റിസൺസ്. മനുഷ്യർ എന്ന ഹ്യൂമൻ ബീയിങ്സ്, നമ്മൾ മനുഷ്യരാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറി സിറ്റിസൺസ് എന്ന കാഴ്ചപ്പാടിലേക്ക് മാറി. സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ പൗരന്മാരാണ്. മനുഷ്യർ എന്നിടത്തുന്നത് പൗരന്മാർ എന്ന കാഴ്ചപ്പാടിലേക്ക് മാറുമ്പോൾ ഈ പൗരന്മാർ എന്ന് പറയുന്നത് തീർത്തും രാഷ്ട്രത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കാഴ്ചപ്പാടാണ്. ഒരു രാഷ്ട്രത്തിന്റെ പൗരന്മാർ എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രത്തിന്റെ അതിർത്തിക്കുള്ളിലാണ് നിൽക്കുന്നത്. മനുഷ്യൻ എന്ന കാഴ്ചപ്പാട് വിശാലമാണ്. മനുഷ്യൻ എന്ന വിശാലമായ കാഴ്ചപ്പാടിനെ ഒരു സിറ്റിസൺ എന്ന് പറഞ്ഞ ഒരു അതിർത്തി വെച്ച് കഷ്ണമാക്കി മാറ്റുന്ന ഒരു കാഴ്ചപ്പാടാണ്. പിന്നൊന്നുണ്ടായത് ഫ്രം പീപ്പിൾ ടു പോപ്പുലേഷൻ. പീപ്പിൾ, ജനങ്ങൾ എന്നുള്ളതിന് പോപ്പുലേഷൻ എന്ന കാഴ്ചപ്പാടിലേക്ക് മാറി. ജനങ്ങൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് വരും. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കോ വേണ്ടി ഒരുമിച്ച് കൂടി ഒരു ആൾക്കൂട്ടം, എന്തോ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വേണ്ടി ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു പോപ്പുലേഷൻ, കണക്കെടുപ്പിന്റെ വെറും കണക്കുകളായി മാറി. നമ്മൾ എന്ന ചിന്തയെ പൂർണ്ണമായി ഒഴിവായി. നാലാമതെന്ന് പറഞ്ഞത് ഫ്രം നോളജ് ടു എക്സ്പെർട്ടൈസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ, വിജ്ഞാനം എന്നുള്ളത് എക്സ്പെർട്ടൈസ് ചെയ്തു പറഞ്ഞാൽ ഒരു പ്രത്യേക വിഷയത്തിൽ എക്സ്പേർട്ടുകൾ ഉണ്ടാകുക. ഏതെങ്കിലും ഒരു വിഷയത്തിൽ എക്സ്പേർട്ടുകളായി മാറും. എല്ലാവരും ഓരോരുത്തർ ഇങ്ങനെ ആ വിഷയങ്ങളിൽ എക്സ്പേർട്ടായി മാറും. അതോടുകൂടി ശരിക്കും ഒരു വിപണന കാഴ്ചപ്പാടിലേക്ക്, ഒരു വ്യവസായ കാഴ്ചപ്പാടിലേക്ക്, ഒരു ബിസിനസ് കാഴ്ചപ്പാടിലേക്ക് ലോകത്തെ മാറ്റിയെടുത്തു എന്നതാണ്. ഇവിടെ ഇതിൽ ഈ പറഞ്ഞ എല്ലാ മാറ്റങ്ങളും പ്രധാനമായി ഉണ്ടായത് നമ്മൾ എന്ന ഒരുമയുടെ കാഴ്ചപ്പാടില്ല, ഞാൻ മാത്രമാകുന്നു എന്നുള്ളതാണ്. വ്യക്തി മാത്രമാകുന്നു. ഓരോ വ്യക്തികളും വെവ്വേറെയാണ്. ഓരോ വ്യക്തികളും വെവ്വേറെ ആകുമ്പോൾ വെവ്വേറെ വ്യക്തികൾ പരസ്പരം എന്തുണ്ടാവും, ഒരു മറ്റേത് നമ്മൾ മനുഷ്യരെന്ന മതപരമായ കാഴ്ചപ്പാട്, ഈ പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വ്യക്തികൾക്കല്ല പ്രത്യേകത. നമ്മളൊരു സമൂഹം എന്ന നിലക്ക് സമൂഹത്തെ മൊത്തത്തിൽ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു സാമൂഹികമായ ചുറ്റുപാടിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഇസ്ലാമിക കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൽ നിന്ന് മാറുന്ന തീർത്തും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചപ്പാടാണ്. ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ട് നമ്മൾ വിശ്വാസപരമായ കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം, ഇതിനെ ഒരു താത്വികമായ അടിസ്ഥാനം, നമ്മൾ ഇസ്ലാമിക കൺസെപ്റ്റിൻ്റെ, ഇസ്ലാമിക ചിന്താധാരയുടെ താത്വികമായ അടിസ്ഥാനം എങ്ങനെ നമുക്ക് നിർവചിക്കാം എന്നൊക്കെ ഈ പുസ്തകം പൂർണ്ണമായി വായിച്ചാൽ കുറേ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഈ പുസ്തകത്തിൻ്റെ ഗതി പോയിട്ടുള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് ഇവിടെ മറ്റ് സംസാരങ്ങളും ചർച്ചകളും നടക്കുമെന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് പ്രത്യേകമായ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഏതായാലും ഇതോടുകൂടി അവസാനിക്കരുത്, തുടർന്ന് മുന്നോട്ട് പോകണം ഇൻഷാ അല്ലാഹ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.